ഹായ് ഡിയേഴ്സ്, ഗുഡ് ഈവനിങ്. എന്താ നല്ല മഴ കേട്ടോ. പാലക്കാട് രാവിലെ തുടങ്ങിയ മഴയാണ്. എന്തോരം മഴയാണ്. തണുത്തിട്ടാണെങ്കിൽ അതിലേറെ പുറത്തിറങ്ങാൻ നിവർത്തിയില്ല. അപ്പം ഞാൻ രാവിലെ വീട്ടിലെ ക്ലീനിങ് പരിപാടിയൊക്കെ എല്ലാം തീർത്ത് വെച്ചു. എല്ലാം ചെയ്ത് എന്തായാലും പുറത്തിറങ്ങി ടൗണിലേക്ക് പോകാനുണ്ടായിരുന്നു കുറച്ച്. അതൊന്നും നടക്കില്ലെന്ന് കണ്ടപ്പോൾ ശരി വീട്ടിലെ പണികളൊക്കെ തീർക്കാമെന്ന് വിചാരിച്ചു. കുറേ ക്ലീനിങ് വാഷ് ചെയ്യാനും ഉപ്പില്ലായിരുന്നു. അതൊക്കെ ചെയ്ത് വീണ്ടും കുളിച്ചു. ചൂടുവെള്ളത്തിൽ കുളിച്ചതിന് ഭയങ്കര ക്ഷീണം. അപ്പം ഞാനൊരു സാധാരണ ചായ, എപ്പോഴും സാധാരണ ചായയാണ്, എപ്പോഴും അല്ല ഇടയ്ക്കൊക്കെ. അപ്പം എനിക്ക് ഒരുപാട് ക്ഷീണമൊക്കെ തോന്നുന്ന സമയത്ത് ഞാനൊരു ചായ ഉണ്ടാക്കാറുണ്ട്. എന്താ ചായ കാണുന്നുണ്ടോ എന്ന് തോന്നുന്നു, കണ്ടോ? ഇതൊരു സ്പെഷ്യൽ ചായയാണ് കേട്ടോ. നമുക്ക് ഭയങ്കര ക്ഷീണമുള്ളപ്പോൾ ഈ ഒരു കപ്പ് ചായ കുടിച്ചാലുണ്ടല്ലോ ഭയങ്കര ഉന്മേഷമായിരിക്കും, ഭയങ്കര എനർജി കിട്ടും. ഇതിൽ എന്തൊക്കെ ചേർത്ത്, ഇത് എന്ത് സ്പെഷ്യലാവാൻ കാരണം എന്നുള്ളത് ഞാൻ പറയാം കേട്ടോ. പട്ട, ഗ്രാമ്പൂ, എല്ലാത്തിൻ്റെയും നമ്മൾ സാധാരണ ചായ വെക്കുന്ന സമയത്ത് ഒന്നല്ലെങ്കിൽ ഞാൻ സാധാരണ ചെയ്യാറുള്ളത്, ഒന്നല്ലെങ്കിൽ ഏലക്ക മാത്രം ചതച്ചിടും, അല്ലെങ്കിൽ പിന്നെ ഒരു പ്രാവശ്യം വെക്കുമ്പോൾ പട്ട മാത്രം ചതച്ച് തിളപ്പിച്ച് ഇടും, അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക കുരുമുളക് ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല. ഇഞ്ചിയാണ് മെയിനായിട്ട് എപ്പോഴും ഇടാറുള്ളത് കേട്ടോ. അപ്പം അതിനൊക്കെ ഓരോ പ്രത്യേക ടേസ്റ്റാണ്. അപ്പം ഞാൻ ഇന്ന് ഒരു 2-3 മാസം മുമ്പ് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയപ്പോൾ ആ കുട്ടി എന്നോട് പറഞ്ഞു ഞാനൊരു സ്പെഷ്യൽ മസാല ടീ തരട്ടെ എന്ന് ചെയ്തിട്ട്. അപ്പം എനിക്ക് മസാലയൊക്കെ ഭയങ്കര എല്ലാ ഫ്ലേവറും ഇഷ്ടമാണ് മസാലയുടെ. ഞാൻ ശരിയെന്ന് പറഞ്ഞു. എൻ്റെ പൊന്നോ, ഞാനത് കുടിച്ചപ്പോഴുണ്ടല്ലോ എന്തോരം ടേസ്റ്റായിരുന്നു അറിയോ. അത് മസാല ടീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഞാൻ സാധാരണ നമ്മളെല്ലാവരും അല്ലേ, പൊതുവെ എല്ലാവരും അങ്ങനെയാണെന്ന് തോന്നുന്നു. ഒന്നല്ലെങ്കിൽ ഇഞ്ചി മാത്രം ചതച്ചിടും, അല്ലെങ്കിൽ ഏലക്കായ മാത്രം ഇടും, അങ്ങനെയാണല്ലോ. ഇത് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് എന്തൊരു ടേസ്റ്റ് അറിയോ. ഭയങ്കര ടേസ്റ്റ്. പക്ഷെ ഞാൻ അവിടുന്ന് വന്നിട്ട് എനിക്കത് നല്ല ഇഷ്ടമായി. എന്നിട്ട് ഞാൻ ഇവിടെ വന്ന് വെച്ച് നോക്കി എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട്. പക്ഷേ എനിക്ക് അവിടുന്ന് കുടിച്ച ഒരു ടേസ്റ്റ് കിട്ടിയില്ല. പിന്നെ ഞാൻ കുറച്ച് ഇൻഗ്രീഡിയൻസ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റി നോക്കി. 1 എന്നുള്ളത് 2 ആക്കി, 2 എടുത്തു. കുരുമുളക് അന്ന് ഞാൻ 2 എടുത്തു, അപ്പോൾ അതിനെ 1 ആക്കി. അങ്ങനെയൊക്കെ വന്നപ്പോൾ 2 ഗ്ലാസ് ചായ കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് എനിക്ക് ആ ടേസ്റ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പം നിങ്ങളും ഒന്ന് ഇതൊക്കെ ഒന്ന് ഇടയ്ക്ക് പരീക്ഷിച്ച് നോക്ക് കേട്ടോ, എങ്ങനെയുണ്ട് എന്നുള്ളത്. ഇത് അപ്പം ഞാനത് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്കിങ്ങനെ പറയുമ്പോൾ കിട്ടില്ല, ചിലത് വിട്ടുപോകും. ആകെ 5 എണ്ണമാണ് ഉള്ളത്, അതിൽ ഒന്ന് കിട്ടുന്നേയില്ല. അപ്പം അതുകൊണ്ട് ഞാൻ പറയാം. ഇഞ്ചി, പട്ട, ഏലക്ക, കുരുമുളക്, കരയാമ്പൂ, അങ്ങനെ 5 എണ്ണമാണുള്ളത് കേട്ടോ. ഈ 5ഉം കൂടി അതിൻ്റെ റേഷൻ നിങ്ങളൊക്കെ ഒരു പ്രാവശ്യം വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഇത് ഈ 5ഉം കൂടിയിട്ട് ഒന്ന് ചതക്കുകയാണ്. നമ്മൾ ആ കല്ലിൻ്റെ കുഴവില്ലേ, കല്ലും കുഴവിയും കൂടിയിട്ടുള്ളത് അതിലിട്ടിട്ട് നന്നായിട്ട് ചതച്ച ശേഷം ഞാൻ 2 കപ്പിൻ്റെ അളവ് പറയാം കേട്ടോ. ആ 2 കപ്പ് വെള്ളം എടുത്തിട്ട് അതിൽ ഇതിട്ടിട്ട് നന്നായിട്ട് ആദ്യം ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ തിളപ്പിച്ചിട്ടൊക്കെ വരുമ്പോൾ വെള്ളം വറ്റാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ കുറച്ച് എക്സ്ട്രാ ഒരു 2.5 കപ്പ് വെക്കേണ്ടി വരും കേട്ടോ. 2.5 കപ്പ് വെച്ച് പിന്നെ ഇത് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം തേയില ഇടുക. എന്നിട്ട് അതും കൂടി ഒന്ന് ശരിയായി വന്നതിന് ശേഷം, നന്നായി തിളച്ചതിന് ശേഷം ചൂടുപാൽ ഇതിൽ അരിച്ചെടുത്തിട്ട് ചൂടുപാൽ ഒഴിക്കുക. അത് പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുറുക്കും. ഞാൻ നന്നായി കുറുക്കി ആറ്റുക. അപ്പോൾ ഒന്നുകൂടി ഒരു തിക്നെസ് വരും. എന്നിട്ട് കുടിക്കുമ്പോഴുണ്ടല്ലോ അതിൻ്റെ ഒരു ഫീല്. പിന്നെ ഒരിക്കൽ കുടിച്ചു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കുടിക്കണം എന്ന് തോന്നും. പക്ഷെ എന്നും കുടിക്കുന്നത് അത്ര നല്ലതാണോ എന്നൊന്നും എനിക്കറിയില്ല. ഏത് കാര്യം അധികമായാൽ അമൃതും വിഷമാണെന്നല്ലേ പറയുക. അപ്പം അതുകൊണ്ട് എപ്പോഴൊന്നും കുടിക്കാറില്ല. ഒരു 2-3 ദിവസം കൂടുമ്പോൾ ഒരു ചേഞ്ചിന്, നന്നായിട്ടൊരു ക്ഷീണമൊക്കെ ഉള്ള സമയത്ത് ഞാൻ കുടിക്കും. അപ്പോൾ നിങ്ങളും അത് കുടിച്ചു നോക്ക്. അപ്പം ഞാൻ ഇത് പറയാൻ വന്നത് എന്താ പറയുക, എനിക്ക് ഇത് കേട്ടപ്പോഴേ എനിക്കൊരു ഓർമ്മ വന്നത്, ഞാൻ കുട്ടിക്കാലത്ത് കേട്ടോ, ഒരു 5 വയസ്സ് 6 വയസ്സൊക്കെ ഉള്ളപ്പോഴാണ്. എൻ്റെ മുത്തശ്ശിയാണോ അതോ ഞാൻ ബാലരമ്യയും പിന്നെ പൂമ്പാറ്റ
ഒക്കെയാണല്ലോ പണ്ടത്തെ മാസികകൾ. അതിന്ന് വായിച്ചതാണോ എന്താണോ എന്നുള്ളതൊന്നും എനിക്ക് ഇപ്പോൾ ഓർമ്മയില്ല. ഇപ്പോൾ ഓർമ്മയില്ല കേട്ടോ എനിക്കതൊന്നും. പക്ഷെ ഇങ്ങനൊരു കഥ എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്. പൂമ്പാറ്റയൊക്കെ അറിയില്ല. ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ പൂമ്പാറ്റ വായിക്കാറുണ്ടോ? അവർക്ക് മൊബൈൽ മാത്രമല്ലേ ഉള്ളൂ അല്ലേ? മൊബൈൽ നോക്കിയിരിക്കുകയല്ലേ. നമ്മളൊക്കെ കുട്ടിക്കാലത്ത് പൂമ്പാറ്റ വായിക്കും, ബാലരമ വായിക്കും, പിന്നെ എന്തൊക്കെയുള്ളത്, മനോരമ വീക്കിലികൾ വായിക്കും. 60s-ലും 70s-ലും 90s-ലൊന്നും പിന്നെ ഞാൻ വായിക്കാൻ പറ്റിയിട്ടില്ല. കാരണം അപ്പോഴേക്കൊക്കെ നമ്മൾ കോളേജും ആയി കഴിഞ്ഞില്ല. അപ്പോഴൊന്നും കുട്ടികളല്ലല്ലോ, അതുകൊണ്ട് അപ്പോൾ വായിക്കാനൊന്നും പറ്റിയില്ല. 60s-ലും പറയാൻ പറ്റില്ല കേട്ടോ. ഞാൻ എൻ്റെ 69 ഡേറ്റ് ഓഫ് ബർത്ത്. 70s-ൽ കംപ്ലീറ്റ് ഞാൻ 80s-ലും വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങളും ഒക്കെ വായിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലെ? പൂമ്പാറ്റ, ബാലരമയിലെ മായാവി അല്ലേ? മായാവി, ഡാഗിനി, അമ്മൂമ്മയും അങ്ങനെ കുറേ കാർട്ടൂൺസൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ വായിച്ച നല്ല ഓർമ്മകൾ ഇപ്പോഴും ഉണ്ട്. ഓരോ സംഭവങ്ങൾ, അതിൽ ചില സംഭവങ്ങളൊക്കെ കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഈ ചായ നമ്മൾ കുടിക്കാനുണ്ടായ സാഹചര്യം, എങ്ങനെയാണ് മനുഷ്യൻ്റെ ജീവിതത്തിൽ ഈ ചായ ഒരു പ്രധാനപ്പെട്ട പാനീയമായി മാറിയത് എന്നുള്ളൊരു കഥയാണ് കേട്ടോ. ഞാൻ ചെറുതായിട്ട് ഷോർട്ടായിട്ട് പറയുള്ളൂ കേട്ടോ, ബോറടിപ്പിക്കില്ല. അപ്പോൾ പണ്ട് ഒരു കാട്ടിൽ ഒരു വേടനുണ്ടായിരുന്നു. അയാൾക്കൊരു പെറ്റ് ഉണ്ടായിരുന്നു. അത് ആടാണോ മുയലാണോ നായയാണോ കോഴിയില്ല, അങ്ങനെ എന്താ സംഭവം എന്നുള്ളതൊന്നും എനിക്ക് ഓർമ്മയില്ല കേട്ടോ. പറഞ്ഞത് ഓർമ്മയില്ല, വായിച്ചതോ. അപ്പോൾ ആ പെറ്റിനെയും കൊണ്ട് അയാളിങ്ങനെ പോയി ആയപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്തോ പെട്ടെന്ന് നമുക്ക് പറയാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് നായ്ക്കുട്ടി എന്ന് പറയട്ടെ, നായ്ക്കുട്ടിക്ക് പെട്ടെന്ന് വയ്യാതായി. അത് ഇളകുന്നു ഒന്നുമില്ല. എന്തോ വേടൻ അവിടെ വെച്ചിട്ട് എന്തോ വിറകൊക്കെ ശേഖരിച്ച് വരുന്ന സമയത്താണ് ഇത് വയ്യാതെ കിടക്കുന്നത്. അപ്പോൾ വേടൻ വന്ന്, എന്താണിത് ഇത്ര പെട്ടെന്ന് ഇതിന് വയ്യാതായത് എന്ന് പറഞ്ഞിട്ട് വേടന് പറ്റിയ മരുന്നൊക്കെ പോയി അന്വേഷിക്കാൻ പോയി തിരിച്ചു വരുന്ന സമയത്ത് ഈ നായക്കുട്ടി എന്തോ ഒരു ഇല അങ്ങനെ നിരങ്ങി പോയിട്ടായിരിക്കണം, വയ്യാതെ കിടക്കുകയായിരുന്നു അല്ലേ, എങ്ങനെയാണെന്നറിയില്ല. വേറൊരു ചെടി നിൽക്കുന്ന ഭാഗത്ത് എത്തിയിരിക്കണം. ആ ചെടിയുടെ ഇല അത് കടിച്ചോണ്ടിരിക്കണം കേട്ടോ. നമ്മളിപ്പോഴും കണ്ടിട്ടില്ലേ ചില നായ്ക്കൾ ചില സമയത്ത് പെട്ടെന്ന് പോയിട്ട് ഒരു ഇല ചവച്ച് തിന്നാൻ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. നായ ഇലകളൊക്കെ കഴിക്കുമെന്ന് കുട്ടി മുതലേ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ചപ്പോൾ, മുത്തശ്ശിയോടൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അതെന്തോ അത് വയറ്റിന് സുഖമില്ലാതെ ആ ഇല പോയി കഴിക്കണതാണ് എന്നാണ് പറയണത്. അത് കഴിച്ചു കുറച്ച് കഴിഞ്ഞ് അത് ഛർദ്ദിക്കുന്നതും കാണാൻ ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മൾക്കിപ്പോൾ ഈ നായ പക്ഷെ അവർക്കൊക്കെ പല കാര്യങ്ങളും അറിയുമല്ലോ. അങ്ങനെ അതിനെപ്പറ്റി ഞാൻ പിന്നെ പറയാം കേട്ടോ. അപ്പം ആ ഇല കഴിച്ചു കഴിഞ്ഞാൽ അത് ഛർദ്ദിക്കുകയും ചെയ്യും. ഞാൻ എന്ത് പറഞ്ഞു വന്നത്, എന്നിട്ട് ഈ പൂച്ച നായക്കുട്ടി ആ ഇല കടിച്ച് തിന്നണം. അത് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് കഴിഞ്ഞതുകൊണ്ട് നായക്കുട്ടി ആളാകെ ഉഷാറായിട്ടോ. ഭയങ്കര ആരോഗ്യമൊക്കെ വന്ന് നല്ല ചുറുചുറുക്ക് പ്രസരിപ്പൊക്കെ വന്നു. അപ്പോൾ വേടൻ എന്താണ് അടുത്ത് ആ ചെടിയുടെ അടുത്താണ് നായക്കുട്ടി ഇരിക്കുന്നത്. അപ്പം അത് കഴിച്ച്, ഞാനൊരു എക്സാമ്പിളാണ് കേട്ടോ പറയണത്. നായാന്ന് എനിക്ക് നായയാണോ എന്ന് ഓർമ്മയില്ല, ഏതാണോ മൃഗം എന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല. ഞാൻ പറയാൻ സൗകര്യത്തിന് വേണ്ടി നായക്കുട്ടി എന്ന് പറഞ്ഞേയുള്ളൂ. നായക്കുട്ടി ആ ഇല ഒരു 5-6 വലിച്ച് വേടൻ ഈ നായക്കുട്ടിയും കൊണ്ട് വീട്ടിൽ പോയിട്ട് ഈ ഇല ഇട്ട് തിളപ്പിച്ച് കുടിച്ചു. പച്ച കഴിച്ചിട്ട് തിളപ്പിച്ചിട്ട് കുടിച്ചു അത്ര. അപ്പോൾ എന്നിട്ട് ഈ വേടൻ തിളപ്പിച്ചിട്ട് കുടിച്ചപ്പോൾ വേടന് പതിവിലും അത്ര നേരം ഉണ്ടായിരുന്നതിനേക്കാളും ഒരു കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഭയങ്കര ഉന്മേഷം ഈ പറഞ്ഞ പോലെ. അപ്പോൾ വേടന് മനസ്സിലായിട്ട് എന്തോ ഒരു അപൂർവ ഇനം ഇലയാണ് എന്നുള്ളത്. എന്നിട്ട് പിന്നെ അടുത്തുള്ളവരോടൊക്കെ പറഞ്ഞു. അങ്ങനെ എല്ലാവരും അത് കുടിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ആ ഇലയാണ് ഇപ്പം നമ്മൾ തേയില എന്ന് പറഞ്ഞിട്ട് എന്നും നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറിയത്, ഏറ്റവും പ്രിയപ്പെട്ട പാനീയമായി മാറിയത് അല്ലേ. നമുക്ക് രാവിലെ എഴുന്നേറ്റ് എന്തൊക്കെ കഴിഞ്ഞാൽ ആ ചായ കുടിച്ചു കഴിഞ്ഞാൽ പണി ചെയ്യാനുള്ളൊരു ഉന്മേഷം, എന്തിനൊരു ഉന്മേഷം കണ്ട ആദ്യം ചായ കുടിക്കണം അല്ലേ, എന്നാലും നമുക്ക് ഉന്മേഷം. ഇപ്പോഴും അതെ, നമ്മൾ ക്ഷീണം വരുമ്പോൾ ഒരു ചായ എടുക്കല്ലേ. ഭർത്താക്കന്മാരൊക്കെ ഭാര്യമാരോട് പറയും ഒരു ചായ എടുക്കരുത് പറയില്ലേ.
ആ ചായ കുടിച്ചു കഴിഞ്ഞാൽ പ്രത്യേക ഒരു ഫീലാണ്. അപ്പോൾ അങ്ങനെയാണ് ഇത് എല്ലാവിടെയും സ്പ്രെഡായി. ആദ്യം ഇത് കാട്ടിലൊക്കെ ആണല്ലോ സ്പ്രെഡാവുക, കാരണം കാടുകളിലാണല്ലോ ഈ ഇലകളൊക്കെ ആദ്യം ഉണ്ടാവുക. അങ്ങനെ ഇത് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷമാണ് അത് കൃഷി ചെയ്യാൻ തുടങ്ങിയത്. അങ്ങനെ അത് എല്ലാവർക്കും പച്ചയുടെ കുടിക്കുന്നതിനേക്കാളും എപ്പോഴും പച്ചയില കിട്ടില്ലല്ലോ, കുറച്ച് ദൂരെ ഉള്ളവർക്കൊന്നും. അങ്ങനെയാണ് ഇത് പ്രോസസ്സ് ചെയ്യാനും ഉണക്കി ബോട്ടിലാക്കിയിട്ട് വരാനും ഒക്കെ സാഹചര്യമായത്. അങ്ങനെയാണ് ഇത് പ്രോസസ്സൊക്കെ ചെയ്യാൻ തുടങ്ങിയത്, ഉണക്കി സ്റ്റോർ ചെയ്യാൻ തുടങ്ങിയതും ജനങ്ങളെല്ലാം ഇത് എന്താ പറയുക ഡെയിലി ഉപയോഗിക്കാൻ തുടങ്ങിയതൊക്കെ. പക്ഷേ തേയില എന്ന് പറയുന്നത് സംഭവം തേയില മാത്രമാണെങ്കിൽ നമുക്ക് ആരോഗ്യത്തിന് നല്ലതാണ്. പക്ഷെ ഇപ്പോൾ ഉള്ള തേയിലയൊന്നും ഇങ്ങനെയല്ലല്ലോ, ഒരുപാട് കെമിക്കൽസ് ഒക്കെ അതിൽ സ്പ്രേ ചെയ്ത് ഉണക്കിയിട്ട് പിന്നെ അത് അവർ കഴുകി കളയുന്നൊന്നുമില്ലല്ലോ. ആ ഇല അങ്ങനെ ഡ്രയറിൽ ഇട്ടിട്ട് ഉണക്കിയിട്ടല്ലേ നമുക്ക് തരുന്നത്. അതുകൊണ്ട് അത് അത്ര എന്താ പറയുക ഹെൽത്തി ആണെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഈ കെമിക്കൽസ് ഒന്നും ഇല്ലായിരുന്നെങ്കിൽ അത് അല്ല ഒന്നാന്തരം ഔഷധം തന്നെയാണ് അല്ലേ. അപ്പോൾ ഈ കഥ ഇത്രയും പറഞ്ഞു. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾ വന്ന് കമൻറ്റ് പറഞ്ഞു. പിന്നെ അതുപോരാതെ ഈ ഇത് മസാല ടീ നിങ്ങൾ വെച്ച് നോക്കണം. അപ്പോൾ എല്ലാവരും നിങ്ങൾ സാധാരണ ഇതൊക്കെ കുടിക്കാറുള്ള ചിലരൊക്കെ കുടിക്കാറുണ്ടാവുമായിരിക്കും. അതുകൊണ്ടാണ് ഇപ്പോൾ എനിക്ക് എൻ്റെ ഫ്രണ്ട് ഇങ്ങനെ കുടിക്കാറുണ്ട് എന്നുള്ളത് ഞാൻ അന്ന് അവിടെ പോയിട്ടാണ് അറിയണത്. ഞാൻ ആദ്യമായിട്ടായിരുന്നു അവിടെ പോയത്. ഇതിങ്ങനെ എപ്പോഴോ കൊച്ചിയിൽ ഒപ്പം പഠിച്ചതാണ്, പണ്ട് റെയിൽവേ സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചതാണ്. ഇപ്പോൾ 92-ലോ അല്ല സോറി 86-ലാണെന്ന് തോന്നുന്നു, 86-85-ലോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് അത്രയും വർഷത്തിന് ശേഷം പിന്നെ ഇപ്പോഴാണ് ഒരു 3 മാസം മുമ്പാണ് ഞാൻ കാണുന്നത്, വീട്ടിൽ പോണത്. അതിനും ഒരു 4 മാസം മുമ്പേ ആ കുട്ടിയെ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചായയുടെ കഥ, തേയിലയുടെ കഥ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.